ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. പ്രിയ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമുക്ക് എടുക്കാനുള്ളത് അദ്ദർസു സാനി, രണ്ടാമത്തെ പാഠം. ഈ പാഠത്തിൽ പ്രധാനമായി വരുന്ന ഗ്രാമർ ഭാഗങ്ങൾ നമ്മൾ ആദ്യം നോട്ട് ചെയ്തിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കും. അതിനുശേഷം നമ്മൾ പാഠത്തിലേക്ക് പ്രവേശിക്കും. അപ്പോൾ നമുക്കറിയാം, ഫിഅലുകൾ, ക്രിയകൾ, അതിൻ്റെ അർത്ഥം പൂർണ്ണമായി അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥത്തിൻ്റെ പൂർണ്ണതയുടെ അടിസ്ഥാനത്തിൽ ക്രിയകളെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് പൂർണ്ണ ക്രിയകൾ, പൂർണ്ണമായി അർത്ഥം കിട്ടുന്ന ക്രിയകൾ. അൽ ഫിഅലു താം, ജലസ, ഉദാഹരണത്തിന് ജലസ, അവൻ ഇരുന്നു. കതബ, അവൻ എഴുതി. നസ്വറ, അവൻ സഹായിച്ചു. അത്തരം ക്രിയകളെ അൽ ഫിഅലു താം എന്നാണ് വിളിക്കുന്നത്. രണ്ടാമത്തെ വിഭാഗം അപൂർണ ക്രിയകൾ, പൂർണ്ണമല്ലാത്ത ക്രിയകൾ. അതിനെ പറയാം അൽ ഫിഅലു നാഖിസ്. നാഖിസായ ക്രിയകൾ. ഉദാഹരണത്തിന് ലൈസ, ഖാന വ അഖ്വാതുഹ, ഖാനയും ഖാനയുടെ സഹോദരിമാരും. അപ്പോൾ നമുക്ക് ഖാനയും ഖാനയുടെ സഹോദരിമാരെക്കുറിച്ചും ഇൻഷാ അല്ലാഹ് ഇനി പഠിക്കാം. ഖാന വ അഖ്വാതുഹ, ഖാനയും അവളുടെ സഹോദരിമാരും. ഓക്കെ, ഖാനയുടെ സഹോദരിമാരുടെ കുറച്ച് പേരൂടെ കൊടുത്തിട്ടുണ്ട്. അസ്ബഹ, അദ്ഹ, അംസ, ദല്ല, ബാത്ത, സ്വാറ, ലൈസ, ഇങ്ങനെ ഒരുപാട് സഹോദരിമാരുണ്ട്. നമ്മുടെ പാഠഭാഗത്തിൽ നമുക്ക് 2 പേരെ മാത്രമേ വരുന്നുള്ളൂ, ഖാനയും ലൈസയും. ഇൻഷാ അല്ലാഹ് അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഖാനയും ഖാനയുടെ സഹോദരിമാരും എന്താ? അതൊരു ഫിഅലാണ്, നാഖിസായ ഫിഅലാണ്. നമ്മൾ മുൻപ് പറഞ്ഞല്ലോ, അപൂർണ ക്രിയയാണ്. ഇവ എന്തിലവർ? ജുംലത്തുൽ ഇസ്മിയയിലാണ് വരിക. നോമിനൽ സെൻറ്റൻസിലാണ് ആ ഒരു ഖാനയും ഖാനയുടെ സഹോദരിമാരും പ്രവേശിക്കുക. അപ്പോൾ ജുംലത്തുൽ ഇസ്മിയയിലാണെങ്കിൽ എന്തൊക്കെ ഉണ്ടാവും? മുബ്തദയും ഉണ്ടാകും, ഖബർ ഉണ്ടാകും, അല്ലേ? മുബ്തദ ഓൾറെഡി മർഫു ആയിരിക്കും. അപ്പോൾ ഖാന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മർഫു ആയ മുബ്തദ മർഫു ആയി തന്നെ തുടരും. പക്ഷേ മർഫു എന്ന പേര് മാറി ഖാനയുടെ ഇസ്മ്, അല്ലെങ്കിൽ ഖാനയുടെ ഏതാണോ സഹോദരി, ആ സഹോദരിയുടെ ഇസ്മ് എന്നുള്ള പേര് അതിന് ലഭിക്കും. ഖബർ മർഫു ആയിരിക്കും, അല്ലേ? ഓൾറെഡി ജുംലത്തുൽ ഇസ്മിയയിലെ ഖബർ മർഫു ആയിരിക്കും. മർഫു ആയ ആ ഇസ്മ് മൻസൂബായി മാറും. അതുപോലെ തന്നെ ഖബറിൻ്റെ പേര് ഖബറു ഖാന, അല്ലെങ്കിൽ സഹോദരിയുടെ ഖബർ. അതായത് സഹോദരിയുടെ പേര് പറഞ്ഞിട്ട് ഇപ്പോൾ ലൈസയുടെ ഖബർ, ഖബറു ലൈസ എന്നൊക്കെ പേര് മാറും. പിന്നെ ജുംലത്തുൽ ഇസ്മിയയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്താവും? ഇതെല്ലാം നാഖിസായ ഫിഅലുകളാണ്, അല്ലേ? ഇതെല്ലാം നാഖിസായ ഫിഅലുകളാണ്. അപ്പോൾ അത് തുടക്കത്തിൽ തന്നെ ആ നാഖിസായ ഫിഅല് വരുമ്പോൾ ജുംലത്തുൽ ഇസ്മിയ എന്തായി മാറും? ജുംലത്തുൽ ഫിഅലിയയായി മാറും. ഖാന എന്നാൽ ആയിരുന്നു എന്നാണ് അർത്ഥം. ഖാന എന്ന് പറഞ്ഞാൽ ആയിരുന്നു, അല്ലെങ്കിൽ അവൻ ആയിരുന്നു. അസ്സിഹാമു ഷദീദുൻ, തിരക്ക് ശക്തമാകുന്നു. അസ്സിഹാമു എന്നത് മുബ്തദ, ഷദീദുൻ എന്നത് ഖബർ, ജുംലത്തുൽ ഇസ്മിയയാണ്. അതിലേക്ക് ഖാന പ്രവേശിച്ചപ്പോൾ ഖാന സിഹാമു ഷദീദൻ, തിരക്ക് ശക്തം ആയിരുന്നു എന്ന അർത്ഥവ്യത്യാസം വരുന്നു. അതുപോലെ മാറ്റം വരുന്നത് എന്താ? ജുംലത്തുൽ ഫിഅലിയയായി മാറി. ഖാന സിഹാമു ഷദീദൻ എന്നത് ജുംലത്തുൽ ഫിഅലിയയായി മാറി. ഖാന എന്നുള്ളത് ഫിഅലു മാളി നാഖിസുൻ മബനിയുൻ അലൽ ഫതഹി. അസ്സിഹാമു എന്നത് ഇസ്മു ഖാന മർഫൂ, ഷദീദൻ എന്നത് ഖബറു ഖാന മൻസൂബ്, ഖാനയുടെ ഖബർ നസ്ബായിരിക്കും, മൻസൂബായിരിക്കും. അൽ ബൈത്തു നദീഫുൻ, വീട് വൃത്തിയുള്ളതാകുന്നു. ഖാന പ്രവേശിച്ചപ്പോൾ എന്തായി? ഖാനൽ ബൈത്തു നദീഫൻ, വീട് വൃത്തിയുള്ളതായിരുന്നു. അൽ ബൈത്തു നദീഫുൻ എന്നത് ജുംലത്തുൽ ഇസ്മിയയാണ്. ഖാനത്തുൽ ബൈത്തു നദീഫൻ എന്നത് ജുംലത്തുൽ ഫിഅലിയ ആണ്. ഖാന എന്നത് ഫിഅലു മാദിൻ നാഖിസുൻ മബനിയുൻ അലൽ ഫതഹി. അൽ ബൈത്തു എന്നത് ഇസ്മു ഖാന മർഫൂ, നദീഫൻ എന്നത് ഖബറു ഖാന മൻസൂബ്. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. ഹുവ ജാലിസുൻ, അവൻ ഇരിക്കുന്നവൻ ആകുന്നു. ഹുവ മുബ്തദ, ജാലിസുൻ ഖബർ. ഓക്കെ, ജുംലത്തുൽ ഇസ്മിയ. അതിലേക്ക് ഖാന പ്രവേശിച്ചപ്പോൾ ഖാന ജാലിസൻ, അവൻ ഇരിക്കുന്നവൻ ആയിരുന്നു. ആദ്യത്തേത് ആകുന്നു എന്നാണ്. രണ്ടാമത്തെ ഖാന വന്നപ്പോൾ അവൻ ഇരിക്കുന്നവൻ ആയിരുന്നു എന്ന അർത്ഥം കിട്ടി. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഹുവ എന്ന് പറഞ്ഞാൽ അവൻ. അവിടെ എന്തുണ്ടായി? ഖാന വന്നപ്പോൾ അതിനകത്ത് തന്നെ ഹുവ എന്ന
ലൊമീർ അതിൻ്റെ അകത്തുണ്ട്. കാന എന്ന് പറഞ്ഞാൽ അവൻ ആയിരുന്നു എന്ന അർത്ഥം കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇസ്മു കാന എന്താ? ലൊമീർ മുസ്തത്തിർ തഖ്ദീറുഹു ഹുവ. ഖാന എന്ന് പറഞ്ഞാൽ അവൻ ആയിരുന്നു. ഇനി ഇതിൻ്റെ തസ്രീഫ് നോക്കാം. ഖന അവർ 2 പേർ ആയിരുന്നു. ഖാനു അപ്പോൾ ഖാന എന്ന് പറഞ്ഞാൽ അതിലെ ഇസ്മു ഖാന എന്താ? അലിഫ് അല്ലേ? അലിഫാണ് ഇസ്മു ഖാന. ഖാനു എന്ന് പറഞ്ഞാൽ അതിൽ വാവുൽ ജമാഅയാണ് ഇസ്മു ഖാന. ഖാനു അവർ ആയിരുന്നു. ഖാനത്ത് അവളായിരുന്നു. ഖാനത്തിലെ ഇസ്മു ഖാന ദമീർ മുസ്തത്തിറാണ് കേട്ടോ. 2 എണ്ണം മുസ്തത്തിർ, ഖാനയും ഖാനത്തും മുസ്തത്തിറാണ് കേട്ടോ. തഖ്ദീറുഹു ഹിയ അവളായിരുന്നു. ഖാനത്താ അവർ 2 സ്ത്രീകൾ ആയിരുന്നു. അലിഫാണ് അതിലെ ഇസ്മു ഖാന. കുന്ന കുന്ന എന്ന് പറഞ്ഞാൽ അവർ 2-ലധികം സ്ത്രീകൾ ആയിരുന്നു. ആ നൂനു നിസ്വയാണ് അതിലെ ഇസ്മു ഖാന. കുന്ത നീ ഒരു പുരുഷൻ ആയിരുന്നു. കുന്തുമാ അവിടെ കുന്ത തായാണ് ഇസ്മു ഖാന. കുന്തുമാ നിങ്ങൾ 2 പുരുഷന്മാർ ആയിരുന്നു. കുന്തും നിങ്ങൾ 2-ലധികം പുരുഷന്മാർ ആയിരുന്നു. കുന്തി നീ ഒരു സ്ത്രീ ആയിരുന്നു, മുന്നിൽ നിൽക്കുന്ന സ്ത്രീ. കുന്തുമാ നിങ്ങൾ 2 സ്ത്രീകളായിരുന്നു. കുന്തുന്ന നിങ്ങൾ 2-ലധികം സ്ത്രീകളായിരുന്നു. കുന്തു ഞാനായിരുന്നു. കുന്നാ ഞങ്ങൾ ആയിരുന്നു. അപ്പോൾ നമ്മളിത് തസ്രീഫ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന്, ഈ പാഠത്തിൽ വരുന്നില്ല എങ്കിലും ഇത് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് ഖാനയുടെ മറ്റൊരു സഹോദരിയായ ലൈസയെ കുറിച്ച് പഠിക്കാം. ലൈസ എന്ന് പറഞ്ഞാൽ ഒരു ഫിഅലാണ്. അവൻ അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് മാളിയായ ക്രിയയാണ്. ഈ ലൈസ എന്ന ക്രിയ നാക്കിസാണ്, അപൂർണ ക്രിയയാണ്. അതുകൂടാതെ ഈ ഒരു ക്രിയക്ക് മുലാരിയോ അമ്രോ ഇല്ല. ഖാനക്ക് മുലാരിയും അമ്രൊക്കെ ഉണ്ട്, എന്നാൽ ലൈസക്ക് മുലാരിയോ അമ്രോ ഇല്ല. അത്തരം ക്രിയകളെ പറയുന്നതാണ് അൽ ഫിഅലു ജാമിദായ ക്രിയ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ലൈസയെ ഫിഅലു മാളി വനാഖിസുൻ വജാമിദുൻ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ലൈസ എന്താണ്? ഖാനയുടെ സഹോദരിയാണ്. ഇത് ജുംലത്തുൽ ഇസ്മിയിൽ പ്രവേശിച്ചാൽ ജുംലത്തുൽ ഇസ്മിയ എന്താവും? ജുംലത്തുൽ ഫിഅലിയയാകും. തുടക്കത്തിൽ വരുമ്പോൾ ജുംലത്തുൽ ഫിഅലിയയാകും. അതുകൂടാതെ ഒറ്റപ്പദമായിട്ടുള്ള ഖബറാണെങ്കിൽ എന്തുണ്ടാവും? സാധാരണ ബി എന്നൊരു ഹർഫു ജെറ് കൂടി ആ ഒരു ഖബറിൻ്റെ കൂടെ വരും. നമുക്ക് ഉദാഹരണത്തിലേക്കൊക്കെ പോകുമ്പോൾ പിന്നീട് മനസ്സിലാവും. ഖുർആനിലൊക്കെ കൂടുതൽ ഈ ബി എന്ന ഹർഫു ജെറ് വന്നിട്ടാണ് എന്തുണ്ടായിരിക്കുക? ഒറ്റപ്പദമായിട്ടുള്ള ഖബറു ലൈസ വരുന്നത്. നമുക്ക് പാഠത്തിൽ ഒരുപാട് എക്സസൈസുകളൊക്കെ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും ഇൻഷാ അല്ലാഹ്. ഉദാഹരണം നോക്കാം. അൽ ആമിലു നഷീത്തുൻ തൊഴിലാളി ചുറുചുറുക്കുള്ളവനാകുന്നു. നഷീത്തു എന്ന് പറഞ്ഞാൽ ആക്റ്റീവാണ്, നല്ല ചുറുചുറുക്കുള്ളവനാകുന്നു. അൽ ആമിലു മുബ്തദ നഷീത്തുൻ ഖബർ ജുംലത്തുൽ ഇസ്മിയയാണ്. ലൈസ വരുമ്പോൾ എന്തായി? അതെന്തായി? ജുംലത്തുൽ ഫിഅലിയയായി. ലൈസൽ ആമിലു നഷീത്തൻ തൊഴിലാളി ചുറുചുറുക്കുള്ളവൻ അല്ല. ലൈസ വന്നപ്പോൾ എന്തായി? അവൻ അല്ല എന്നുള്ള അർത്ഥം കിട്ടി. നോക്കൂ, അടുത്ത ഉദാഹരണം നോക്കിയേ. അൽ ഖാദിമു ഖവിയുൻ ജോലിക്കാരൻ ശക്തൻ ആകുന്നു. ജുംലത്തുൽ ഇസ്മിയ. അൽ ഖാദിമു മുബ്തദ ഖവിയുൻ ഖബർ. ഇനി നോക്കിയേ, ലൈസ വന്നപ്പോൾ ലൈസൽ ഖാദിമു ഖവിയൻ ജോലിക്കാരൻ ശക്തൻ അല്ല. ഇപ്പോൾ ലൈസ എന്താ? ഇതിന്റെ 2ന്റെ ലൈസനെ നമ്മൾ എങ്ങനെ ഇറാബ് ചെയ്യുക? ലൈസ ഫിഅലു മാളി ജാമിദുൻ വ നാഖിസുൻ. അൽ ആമിലു അല്ലെങ്കിൽ അൽ ഖാദിമു ഇസ്മു ലൈസ. നഷീത്തൻ അല്ലെങ്കിൽ ഖവിയൻ എന്നത് ഖബറുലൈസ മൻസൂബ്. അടുത്ത ഉദാഹരണം നോക്കിയ. ഹുവ താജിറുൻ അവൻ കച്ചവടക്കാരൻ ആകുന്നു. ഹുവ മുബ്തദ താജിറുൻ ഖബർ. നമ്മൾ ലൈസ വെക്കുമ്പോൾ എന്തായി? ലൈസ താജിറൻ അവൻ കച്ചവടക്കാരൻ അല്ല. ലൈസന്റെ അകത്ത് ഫിഅലാണ്, ലൈസന്റെ അകത്ത് ഹുവ ഉണ്ട്. നമുക്കറിയാം ലൈസന്റെ അകത്ത് ഹുവയുണ്ട്. അവൻ അല്ല എന്നാണ് ലൈസന്റെ അർത്ഥം. ലൈസ താജിറൻ അവൻ കച്ചവടക്കാരനല്ല. ഇനി നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം. ലൈസ ബി താജിരിൻ ബി വെച്ചിട്ട് പറയാം. ലൈസ ബി താജിരിൻ ഇതേ അർത്ഥം തന്നെ കിട്ടും. അവൻ കച്ചവടക്കാരനല്ല. ഇനി നമുക്കത് ജുംലത്തുൽ ഇസ്മി ആയിട്ട് പറയാം. ഹുവ ലൈസ ബി താജിരിൻ അവൻ കച്ചവടക്കാരൻ അല്ല. ജുംലത്തുൽ ഇസ്മി ആയിട്ട് നമുക്ക് ലൈസ വെക്കാം. അപ്പോൾ ഹുവ ആദ്യം വെക്കാം, പിന്നെ ലൈസ വെക്കാം. ബി താജിരിൻ. അപ്പോൾ അത് ജുംലത്തുൽ ഇസ്മിയായി മാറുന്നു. ഹുവ മുബ്തദ ലൈസ ബി താജിരിൻ എന്ന ജുംലത്തുൽ ഫിഅലിയയാണ് ഹുവ എന്ന മുബ്തദയുടെ ഖബർ. വീണ്ടും നമ്മൾ ലൈസ എന്നുള്ളത് എന്താ?
ഫിഅലു മാളി നാഖിസുൻ വജാമിദുൻ. ബിതാജിരിൻ എന്നത് ജാറുൻ വമജ്റൂറുൻ ഷിബ്ഹു ജുംല ഖബറു ലൈസ. ഇതിൽ ഹുവ ലൈസ ബിതാജിരിൻ എന്ന് പറയുമ്പോൾ ഹുവ എന്ന ആ ഒരു ലൊമീർ വീണ്ടും ആവർത്തിച്ചു വരുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് മറ്റൊരു അർത്ഥം കൂടി കിട്ടും, ഒരു തൗക്കീദ് അല്ലെങ്കിൽ ഒരു തൗക്കീദിൻ്റെ അർത്ഥം കൂടി കിട്ടും. ഒന്ന് എംഫസൈസ് ചെയ്തിട്ട് അവൻ കച്ചവടക്കാരനേ അല്ല എന്നൊരു അർത്ഥം കൂടി നമുക്കിതിൽ കാണാനായി സാധിക്കും. ഇൻഷാ അല്ലാ. ഇനി ലൈസൻ്റെ തസ്രീഫ് നോക്കാം. ലൈസ അവൻ അല്ല, ലൈസ അവനല്ല. അതിൽ എന്തുണ്ട്? അതിനകത്ത് ഒരു ഇസ്മുണ്ട്. ഏതാ? ലമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു ഹുവ. ലൈസ അവർ രണ്ട് പുരുഷന്മാർ അല്ല. ലൈസു അവർ രണ്ടിലധികം പുരുഷന്മാർ അല്ല. ലൈസത്ത് അവൾ അല്ല. തൈനീസിൻ്റെ തായാണ് ലൈസത്ത്, അവളല്ല. അവിടെയും ഒരു വമീർ മുസ്തതിർ തഖ്ദീറുഹു ഹിയ എന്ന ഇസ്മു ലൈസ അതിനകത്ത് ഉണ്ട്. ലൈസത്ത അവർ രണ്ട് സ്ത്രീകളല്ല. ലസ്ന, ലസ്ന ശ്രദ്ധിക്കുക കേട്ടോ, അവർ രണ്ടിലധികം സ്ത്രീകൾ അല്ല. ലസ്ത നീ ഒരു പുരുഷനല്ല. ലസ്തുമാ നിങ്ങൾ രണ്ട് പുരുഷന്മാർ അല്ല. ലസ്തും നിങ്ങൾ രണ്ടിലധികം പുരുഷന്മാർ അല്ല. ലസ്തി നീ ഒരു സ്ത്രീ അല്ല. ലസ്തുമാ നിങ്ങൾ രണ്ട് സ്ത്രീകൾ അല്ല. ലസ്തുന്ന നിങ്ങൾ രണ്ടിലധികം സ്ത്രീകളല്ല. ലസ്തു ഞാനല്ല. ലസ്ന ഞങ്ങൾ എല്ലാം. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഇബ്നു. ഇബ്നു നമുക്കറിയാം എന്താ? ഇബ്നു എന്നുള്ളതിൻ്റെ തുടക്കത്തിലുള്ള ഹംസ ഹംസത്തുൽ വസ്ലാണ്. നമ്മുടെ വായനയിൽ വരില്ല, എഴുത്തിലുണ്ടാകും അല്ലേ? എന്നാൽ ചില സ്ഥലത്ത് എഴുത്തിലും ഉണ്ടാകില്ല. അത്തരം സന്ദർഭങ്ങളാണ്, 3 സന്ദർഭങ്ങളാണുള്ളത്. അതിലൊരെണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. സാധാരണ ഹംസത്തുൽ ഇസ്തിഫാം, ചോദ്യം ചോദിക്കാനുള്ള ഹംസ ആണോ എന്ന് ചോദിക്കുന്ന ഹംസയുണ്ടല്ലോ, അതിനുശേഷം ഇബ്നു വന്നു കഴിഞ്ഞാൽ അത് വായനയിലും എഴുത്തിലും ഉണ്ടാകില്ല. ഇപ്പോൾ ഇത് നിന്റെ മകനാണോ എന്ന് ചോദിക്കുമ്പോൾ അബ്നുക ഹാദ, അബ്നുക, ആ ഇബ്നുക എന്നല്ല, അത് അബ്നുക ഹാദ. ഹംസ എഴുത്തിലും വായനയിലും ഇല്ല. ഇനി ഹർഫിനിദ, യാ എന്ന ഹർഫിനിദാന് ശേഷം ഇബ്നു നേരിട്ട് വരികയാണെങ്കിൽ യബ്നു ആദമ, യബ്നു ആദമ, യബ്നു ആദമ, ആദമിൻ്റെ മകനെ. അവിടെ ഹംസ ഹംസത്തുൽ വസ്ൽ, ഇബ്നിൻ്റെ ഹംസ എഴുത്തിലും വായനയിലും ഉണ്ടാകില്ല. 3ാമത്തേതാണ് നമുക്ക് പഠിക്കാൻ വരുന്നത്. അതായത് ഈ അനസ് ഇബ്നു മാലിക്, അതൊക്കെ കണ്ടില്ലേ? റാഷിദ് ബിൻ മുഹമ്മദിൻ്റെ മകൻ റാഷിദ്, മാലിക്കിൻ്റെ മകൻ അനസ്. അവിടെ എഴുത്തിലും വായനയിലും ഹംസ ഉണ്ടാകില്ല. ഇവിടെ ഹംസ അനസു എന്നത് മൻഊത്താണ്, ഇബ്നു എന്നത് നഅത്താണ്. ബിൻ എന്നാണ് വരിക കേട്ടോ. ബിൻ എന്നത് നഅത്താണ്. വഹുവ മുലാഫ്, മാലിക്കിൻ മുലാഫുൻ ഇലൈഹി. അപ്പോൾ ചില നിബന്ധനകളുണ്ട് കേട്ടോ. ഇപ്പോൾ സെയ്ദു ഹുവ ബനു മുഹമ്മദിൻ അങ്ങനെയൊക്കെ വരികയാണ്. സെയ്ദ് അവൻ മുഹമ്മദിൻ്റെ മകനാകുന്നു. അവിടെ ഒക്കെ വരികയാണെങ്കിൽ ഇബ്നുൻ്റെ ഹംസ ഉണ്ടാകും കേട്ടോ. അല്ലാത്തത്, അതായത് മുഫ്രദായിട്ടുള്ള 2 വാക്കുകളുണ്ടല്ലോ, അനസുൻ മുഫ്രദാണ്, മാലിക് മുഫ്രദാണ്. അപ്പോൾ അവിടെ ഹംസ എഴുത്തിലും വായനയിലും ഉണ്ടാകില്ല. അത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് കഴിഞ്ഞല്ലോ, നമുക്കിനി പാഠത്തിലേക്ക് അദ്ദർസു സാനി, 2ാമത്തെ പാഠം. ഇതെന്താ? ഇതൊരു ഹിവാറാണ്, സംഭാഷണം. ഖാല ഹിഷാമുൻ, ഹിഷാം പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖാല ബിലാലുൻ, ബിലാൽ പറഞ്ഞു, വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൈഫ ഹാലുക യാ അഖി, എൻ്റെ സഹോദര താങ്കളുടെ അവസ്ഥ എന്താണ്? കൈഫ ഇസ്മുൽ ഇസ്തിഫ്ഹാം മബനിയുൻ അലൽ ഫതഹി. ഹാലു മുലാഫ്, ഖ മുദാഫുൻ ഇലൈഹി, യാ ഖർഫു നിദാ, അഖി മുനാദ, അഖു മുലാഫ്, യാ മുത്തക്കല്ലിം മുലാഫുൻ ഇലൈഹി എൻ്റെ സഹോദരൻ. മനിൽ അഖു, മൻ അൽ അഖു, അത് കൂട്ടി വായിക്കുമ്പോൾ മനിൽ അഖു സഹോദരൻ ആരാണ്? മൻ ഇസ്മുൽ ഇസ്തിഫ്ഹാം, അൽ അഖു സഹോദരൻ. ഖാല ഹിഷാമുൻ, ഹിഷാം പറഞ്ഞു, അന മുദർരിസുൻ ജദീദുൻ ബിൽ ജാമിഅത്തി, ഞാൻ യൂണിവേഴ്സിറ്റിയിലെ പുതിയ അധ്യാപകൻ ആകുന്നു. അന മുബ്തദഅ, മുദർരിസുൻ ഖബർ, ജദീദുൻ എന്നത് മുദർരിസുൻ എന്നതിൻ്റെ നഅത്താണ്. ബിൽ ജാമിഅത്തി ജാറുൻ വ മജ്റൂറു, ബി എന്ന ഹർഫ് ജർ പ്ലസ് അൽ ജാമിഅത്തി. ഇസ്മി ഹിഷാമുൻ, എൻ്റെ പേര് ഹിഷാം എന്നാകുന്നു. ഇസ്മു മുബ്തദഅ വഹുവ മുലാഫ്, യാ മുത്തകല്ലിം മുലാഫുൻ ഇലൈഹി, ഹിഷാമുൻ ഖബർ.
അനമിൻ അനമിനൽ വിലായാത്തിൽ മുത്തഹിദത്തി, ഞാൻ ഐക്യനാടുകളിൽ നിന്നാണ്, അതായത് US നിന്നാണ്. അന മുബ്തദ മിനൽ വിലായത്തി ജാറുൻ വമജുറൂറുൻ. അൽ വിലായത്തി എന്നതിൻ്റെ നഅത്താണ് അൽ മുത്തഹിദത്തി, വിലായത്തിൽ മുത്തഹിദത്തി, ഐക്യനാടുകൾ, US അമേരിക്ക. ഖാല ബിലാലുൻ, ബിലാൽ പറഞ്ഞു, അഹ്ലൻ വസഹ്ലൻ മർഹബൻ ബിക യാ അഖി, എൻ്റെ സഹോദര താങ്കൾക്ക് സ്വാഗതം. അഹ്ലൻ വസഹ്ലൻ മർഹബൻ എന്നിവയൊക്കെ സ്വാഗതം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കുകളാണ്. മഫ്ഊൽ മുത്തലഖാണ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം. ബിക ജാറുൻ മജ്റൂറുൻ. യാ ഹർഫു നിദാ, അഖി മുലാഫ് മുലാഫുൻ ഇലൈഹി. അന മസ്റൂറുൻ ബിലിഖായിക, താങ്കളെ കണ്ടുമുട്ടിയതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. അന ഞാൻ, മസ്റൂറുൻ സന്തുഷ്ടനാണ്, ബിലിഖായിക താങ്കളെ കണ്ടുമുട്ടിയതിൽ. അന മുബ്തദ മസ്റൂറുൻ ഖബർ, ബിലിഖായി ജാറുൻ വ മജ്റൂറുൻ, ലിഖായി മുലാഫ്, ഖ മുലാഫുൻ ഇലൈഹി. ലിഖാഉ എന്ന് പറഞ്ഞാൽ മീറ്റ് ചെയ്യുക, കണ്ടുമുട്ടൽ. ഓക്കെ, മുലാഫുൻ മുലാഫുൻ ഇലൈഹി താങ്കളെ കണ്ടുമുട്ടിയതിൽ. അന ജമീലുക്ക, ഞാൻ താങ്കളുടെ സഹപാഠിയാകുന്നു. അന മുബ്തദ ജമീലു ഖബർ. ഇവിടെ സഹപാഠി എന്ന് ഉദ്ദേശിച്ചത് ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന കൊളീഗ്, ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അന മുബ്തദ ജമീലു ഖബർ വഹുവ മുലാഫ്, ക മുലാഫുൻ ഇലൈഹി. ഇസ്മി ബിലാൽ ഇബ്നു ഹാമിദിൻ, എൻ്റെ പേര് ബിലാൽ ഇബ്നു ഹാമിദിൻ എന്നാണ്, അഥവാ ഹാമിദിൻ്റെ മകൻ ബിലാൽ എന്നാകുന്നു. ഇസ്മു മുബ്തദ വഹുവ മുലാഫ്, യാ മുത്തകല്ലിം മുലാഫുൻ ഇലൈഹി. ബിലാലു ഖബർ, ബനു എന്നത് ബിലാലു എന്നതിൻ്റെ നഅത്താണ്, അതുകൂടാതെ അത് മുലാഫാണ്. ഹാമിദിൻ മുലാഫുൻ ഇലൈഹി. അമിൻ വാഷിംഗ്ടന അൻതയാ ഹിഷാമു, ഹിഷാമേ താങ്കൾ വാഷിംഗ്ടണിൽ നിന്നാണോ? അമിൻ വാഷിംഗ്ടന, വാഷിംഗ്ടണിൽ നിന്നാണോ താങ്കൾ? ഹിഷാമെ താങ്കൾ വാഷിംഗ്ടണിൽ നിന്നാണോ? ഹംസത്തുൽ ഇസ്തിഫാം മിൻ വാഷിംഗ്ടന ജാറുൻ വ മജ്റൂറുൻ. വാഷിംഗ്ടന എന്നത് മംനൂ മിന സർഫാണ്, അനറബി നാമമാണ്. അൻത ضمير മുൻഫസിൽ. യാ ഹർഫു നിദാ, ഹിഷാമു മുനാദ. ഖാല ഹിഷാമുൻ, ഹിഷാം പറഞ്ഞു, ലാ അല്ല, അന ലസ്തു മിൻ വാഷിംഗ്ടന, ഞാൻ വാഷിംഗ്ടണിൽ നിന്നല്ല. ലാ എന്നുള്ളത് ഹർഫു നഫി. അന മുബ്തദ ലസ്തു മിൻ വാഷിംഗ്ടന എന്ന ജുംലത്തുൽ ഫിഅലിയ മൊത്തം അന എന്ന മുബ്തദയുടെ ഖബറാണ്. നമ്മൾ പാഠത്തിൻ്റെ തുടക്കത്തിൽ പഠിച്ചത് ഓർക്കുക. ലസ്തു, ലൈസ എന്താണ്? ലൈസ ഫിഅൽ മാളി നാഖിസുൻ വജാമിദുൻ മിൻ അഖവാതി കാന, കാനയുടെ സഹോദരിമാരിൽ പെട്ടതാണ്. ഇസ്മു ലൈസ, തു എന്നതാണ് ഇസ്മു ലൈസ. മിൻ വാഷിംഗ്ടന ജാറുൻ വ മജ്റൂറുൻ ഷിബ്ഹു ജുംല ഖബറു ലൈസ. ഇന്നി മിൻ ന്യൂയോർക്ക, തീർച്ചയായും ഞാൻ ന്യൂയോർക്കിൽ നിന്നാകുന്നു. ഇന്ന ഹർഫു തൗക്കീദിൻ വനസ്ബിൻ, യാ മുത്തകല്ലിമാണ് അതിലെ ഇസ്മു ഇന്ന. മിൻ ന്യൂയോർക്ക എന്നത് ജാറുൻ വ മജ്റൂറുൻ ഖബറു ഇന്ന. ന്യൂയോർക്ക എന്നത് മംനൂ മിന സർഫാണ്. ബിലാലുൻ, ബിലാൽ പറഞ്ഞു, ആ മുസ്ലിമുൻ അബൂക യാ ഹിഷാമു, ഹിഷാമേ നിന്റെ പിതാവ് മുസ്ലിം ആണോ? ഹംസ ഹംസത്തുൽ ഇസ്തിഫാം, മുസ്ലിമുൻ മുസ്ലിം, അബൂക മുലാഫുൻ മുലാഫുൻ ഇലൈഹി. അബു എന്നുള്ള നാമം അസ്മാഉൽ ഖംസയിൽ പെട്ടതാണ്. യാ ഹർഫു നിദാ, ഹിഷാമു മുനാദ. ഖാല ഹിഷാമുൻ, ഹിഷാം പറഞ്ഞു, ലാ ഹുവ ലൈസ ബി മുസ്ലിമിൻ, അല്ല അവൻ മുസ്ലിം അല്ല, അല്ലെങ്കിൽ അവൻ മുസ്ലിമേ അല്ല. ലാ ഹർഫു നഫി, ഹുവ മുബ്തദ. ലൈസ ബി മുസ്ലിമിൻ എന്ന ജുംലത്തുൽ ഫിഅലിയ മൊത്തം ഖബറാണ്. വീണ്ടും ആ ഖബറിനെ അനലൈസ് ചെയ്യുമ്പോൾ ലൈസ എന്നത് ഫിഅലു മാളിൻ നാഖിസുൻ വജാമിദുൻ മിൻ അഖവാതി കാന. ഇസ്മു ലൈസ എന്താ? ദമീർ മുസ്തതിർ തഖ്ദീറുഹു ഹുവ, അതിനകത്തുള്ള ഹുവയാണ് അതിലെ ഇസ്മു ലൈസ. ബി മുസ്ലിമിൻ ജാറുൻ വ മജ്റൂറുൻ ഖബറു ലൈസ. ഖാല ബിലാലുൻ, ബിലാൽ പറഞ്ഞു, വ ഉമ്മുക നിന്റെ ഉമ്മ, ആ മുസ്ലിമത്തുൻ ഹിയ അവളു
അവൾ മുസ്ലിമാണോ? നിന്റെ ഉമ്മയും അവൾ മുസ്ലിമാണോ? വാവ് ഹർഫുൽ അത്ഫ്. ഉമ്മു മുലാഫ്, ഖ മുലാഫുൻ ഇലൈഹി. ഹംസ ഹംസത്തുൽ ഇസ്തിഫാമിയ. മുസ്ലിമത്തുൻ മുസ്ലിം. ഹിയ അവൾ ളമീർ മുൻഫസിൽ. ഖാല ഹിഷാമുൻ ഹിഷാം പറഞ്ഞു, ലാ അല്ല, ഹിയ ലൈസത്ത് ബി മുസ്ലിമത്തിൻ അവൾ മുസ്ലിമേ അല്ല. അങ്ങനെ ജുംലത്തുൽ ഇസ്മിയ ആയിട്ട് ലൈസ വെക്കുമ്പോൾ 2 പ്രാവശ്യം ലമീർ വന്നല്ലോ. ഉദാഹരണത്തിന് ലൈസത്ത് ബി മുസ്ലിമത്തിൻ എന്ന് പറഞ്ഞാൽ അവൾ മുസ്ലിം അല്ല എന്ന അർത്ഥം കിട്ടി. പിന്നെ ഹിയയും കൂടി വന്നപ്പോൾ ഒരു തൗക്കീദിൻ്റെ അർത്ഥം കൂടി, അവൾ മുസ്ലിമേ അല്ല എന്നുള്ള ഒരു അർത്ഥം കൂടി കിട്ടി. ലാ ഹർഫു നാഫിയ, ഹിയ മുബ്തദഅ, ലൈസത്ത് ബി മുസ്ലിമത്തിൻ എന്ന ജുംലത്തുൽ ഫിഅലിയ ഖബറായി വന്നിരിക്കുന്നു. ഇനി വീണ്ടും നമ്മൾ ആ ഖബറിനെ അനലൈസ് ചെയ്യുമ്പോൾ ലൈസ എന്നത് ഫിഅ്ലു മാളി നാഖിസുൻ വജാമിദുൻ. താഉ തഅനീസാണ് കേട്ടോ, സ്ത്രീലിംഗത്തെ കാണിക്കുന്ന തായാണ്. ഇസ്മു ലൈസ എന്നത് ളമീർ മുസ്തതിർ തഖ്ദീറുഹു ഹിയ. ബി മുസ്ലിമത്തിൻ എന്നത് ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ ലൈസ. ഖാല ബിലാലുൻ ബിലാലുൻ പറഞ്ഞു, അലക അബ്നാഉൻ യാ ഹിഷാമു, ഹിഷാമേ നിനക്ക് ആൺമക്കൾ ഉണ്ടോ? ഹംസ ഹർഫുൽ ഇസ്തിഫാം. ലക ജാറുൻ വ മജ്റൂറുൻ. അബ്നാഉൻ ആൺമക്കൾ. ഇബ്നുൻ എന്നതിൻ്റെ ജം ആണ് അബ്നാഉൻ എന്നത്. അബ്നാഉൻ. യാ ഹർഫു നിദാ, ഹിഷാമു മുനാദ. ഖാല ഹിഷാമുൻ നഅം ലീ സിത്തത്തു അബ്നാഇൻ, അതെ എനിക്ക് 6 ആൺമക്കളുണ്ട്. നഅം ഹർഫു ജവാബ്. ലീ ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ മുഖദ്ദം. സിത്തത്തു മുബ്തദഅ വഹുവ മുലാഫ്, അബ്നാഇൻ മുലാഫുൻ ഇലൈഹി. 3 മുതൽ 10 വരെയുള്ള എണ്ണങ്ങളുടെ നിയമം ആലോചിക്കുക. ഖാല ബിലാലുൻ ബിലാൽ പറഞ്ഞു, അതുല്ലാബുൻ ഹും അവരെല്ലാം വിദ്യാർത്ഥികൾ ആണോ? ഹംസ ഹംസത്തുൽ ഇസ്തിഫാമിയ. തുല്ലാബുൻ താലിബുൻ എന്നതിൻ്റെ ജംഉ തക്സീറാണ് തുല്ലാബുൻ. ഹും ളമീറുൻ മുൻഫസിൽ. ഖാല ഹിഷാമുൻ ഹിഷാം പറഞ്ഞു, ലാ ഹും ലൈസൂ ബിതുല്ലാബിൻ അല്ല, അവർ വിദ്യാർത്ഥികളെ അല്ല, അവർ വിദ്യാർത്ഥികളല്ല അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ അല്ല. ലാ എന്നത് ഹർഫു നാഫിയ, ഹർഫു നഫി. ഹും മുബ്തദഅ, ലൈസൂ ബിതുല്ലാബിൻ എന്നത് എന്ന ജുംലത്തുൽ ഫിഅലിയ ഹും എന്ന മുബ്തദഅയുടെ ഖബറാണ്. ലൈസൂ ലൈസ എന്നത് ഫിഅലുൻ നാഖിസുൻ വജാമിദുൻ മിൻ അഖവാതി ഖാന. ആ വാവുൽ ജമാഅ ഉണ്ടല്ലോ, അതാണ് ഇസ്മു ലൈസ. ബിതുല്ലാബിൻ ജാറുൻ വ മജ്റൂറുൻ ഖബറു ലൈസ. ലൈസൂ ബിതുല്ലാബിൻ എന്ന് പറഞ്ഞാലും അവർ വിദ്യാർത്ഥികളല്ല എന്ന അർത്ഥം കിട്ടുന്നുണ്ട്. അവിടെ ഒരു ഹും വന്നപ്പോൾ ഒരു തൗക്കീദിൻ്റെ അർത്ഥം കൂടി വന്നു. ഇന്ന ബഅദഹും തുജാറുൻ വ ബഅദഹും മുഹന്ദിസൂന. തീർച്ചയായും അവരിൽ ചിലർ കച്ചവടക്കാരും അവരിൽ ചിലർ എഞ്ചിനീയർമാരും ആകുന്നു. ഇന്ന ഹർഫു തൗക്കീദിൻ വനസ്ബിൻ. ബഅദ എന്നത് ഇസ്മു ഇന്ന വഹുവ മുലാഫ്, ഹും മുലാഫുൻ ഇലൈഹി. തുജാറുൻ ഖബറു ഇന്ന. ഖബറു ഇന്ന മർഫൂ, ഇസ്മു ഇന്ന മൻസൂബ്. ബഅദ ഇസ്മു ഇന്ന ട്ടാ. വാവു വാവുൽ അത്ഫ്. ബഅദ മഅതൂഫുൻ അലാ ബഅദ വഹുവ മുലാഫ്, ഹും മുലാഫുൻ ഇലൈഹി. മുഹന്ദിസൂന എന്നത് ഖബറാണ്. നമുക്ക് ഖബറിന്ന തന്നെ പറയാം. ഖാല ബിലാലുൻ ബിലാൽ പറഞ്ഞു, അലക ബനാത്തുൻ നിനക്ക് പെൺമക്കൾ ഉണ്ടോ? ഹംസ ഹംസത്തുൽ ഇസ്തിഫ്ഹാമിയ. ലക ജാറുൻ വ മജ്റൂറുൻ. ബിന്തുൻ എന്നതിൻ്റെ ജം ആണ് ബനാത്തുൻ. ഖാല ഹിഷാമുൻ ഹിഷാം പറഞ്ഞു, നഅം ലീ ഖംസു ബനാത്തിൻ അതെ എനിക്ക് 5 പെൺമക്കളുണ്ട്. നഅം ഹർഫു ജവാബ്. ലീ ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ മുഖദ്ദം. ഖംസു മുബ്തദഅ മുഅഖർ വഹുവ മുലാഫ്, ബനാത്തിൻ മുദാഫുൻ ഇലൈഹി. ഖാല ബിലാലുൻ ബിലാൽ പറഞ്ഞു, അമുതസവ്വിജാത്തുൻ ഹുന്ന അവർ വിവാഹിതരാണോ വിവാഹിതകളാണോ? ഹംസ ഹംസത്തുൽ ഇസ്തിഫ്ഹാമിയ. മുതസവ്വിജത്തുൻ എന്നതിൻ്റെ ജംഅ് മുഅന്നസ് സാലിമാണ് മുതസവ്വിജാത്തുൻ. ഹുന്ന ളമീർ മുൻഫസിൽ.
ഖാല ഹിഷാമുൻ, ഹിഷാം പറഞ്ഞു, ലാ ഹുന്ന ലസ്ന ബിമുതസവ്വിജാത്തിൻ, അല്ല അവർ വിവാഹിതകളെ അല്ല. ലാ ഹർഫു നഫി, ഹുന്ന മുബ്തദഅ, ലസ്ന ബിമുതസവ്വിജാത്തിൻ എന്നത് ഹുന്ന എന്ന മുബ്തദഅയുടെ ഖബറാണ്. ലസ്ന ബിമുതസവ്വിജാത്തിൻ, ലൈസ ഫിഅലു നാഖിസുൻ വജാമിദുൻ മിൻ അഖവാതി കാന. ന എന്നത് ആ ഒരു ന എന്ന നൂനു നിസ്വ എന്ന് പറയും, അതാണ് ഇസ്മു ലൈസ. ബിമുതസവ്വിജാത്തിൻ ജാറുൻ വമജ്റൂറുൻ ഖബറു ലൈസ. ഇന്നഹുന്ന സിഗാറുൻ, തീർച്ചയായും അവർ ചെറിയവരാകുന്നു, കുട്ടികളാകുന്നു. ഇന്ന ഹർഫു നഫി ഹർഫു തൗകീദിൻ വനസ്ബിൻ, ഹുന്ന ഇസ്മു ഇന്ന, സിഗാറുൻ ഖബറു ഇന്ന. ബഅ്ദുഹുന്ന ഫിൽ മദ്രസത്തിൽ ഇബ്തിദായിയത്തി, അവരിൽ ചിലർ പ്രൈമറി സ്കൂളിൽ ആകുന്നു. ബഅ്ദു മുബ്തദഅ വഹുവ മുളാഫ്, ഹുന്ന മുളാഫുൻ ഇലൈഹി. ഫിൽ മദ്രസത്തി ജാറുൻ വമജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ. അൽ ഇബ്തിദായിയത്തി എന്നത് അൽ മദ്രസത്തി എന്നതിൻ്റെ നഅത്താണ്. വബഅ്ദുഹുന്ന ഫിൽ മദ്രസത്തിൽ മുതവസ്സിത്തത്തി, അവരിൽ ചിലർ മിഡിൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ അപ്പർ പ്രൈമറി സ്കൂളിലും ആകുന്നു. വാവ് ഹർഫുൽ അത്ഫ്, ബഅ്ദു മുബ്തദഅ വഹുവ മുളാഫ്, ഹുന്ന മുളാഫുൻ ഇലൈഹി. ഫിൽ മദ്രസത്തി ജാറുൻ വമജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ. അൽ മുതവസ്സിത്തത്തി എന്നത് അൽ മദ്രസത്തി എന്നതിൻ്റെ നഅത്താണ്. ഖാല ബിലാലുൻ, ബിലാൽ പറഞ്ഞു, അലക ഇഖ്വത്തുൻ, നിനക്ക് സഹോദരന്മാരുണ്ടോ? ഹംസത്തുൽ ഇസ്തിഫ്ഹാമിയ, ലക ജാറുൻ വമജ്റൂറുൻ, ഇഖ്വത്തുൻ അഖുൻ എന്നതിൻ്റെ ജംആണ് ഇഖ്വത്തുൻ, സഹോദരന്മാർ. ഖാല ഹിഷാമുൻ, ഹിഷാം പറഞ്ഞു, ലാ ലൈസ ലീ ഇഖ്വത്തുൻ, ഇല്ല എനിക്ക് സഹോദരന്മാരേ ഇല്ല. ലാ ഹർഫു നഫി, ലൈസ ഫിഅലുൻ നാഖിസുൻ വജാമിദുൻ മിൻ അഖവാതി കാന. ലി ജാറുൻ വമജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ ലൈസ. ഇഖ്വത്തുൻ ഇസ്മു ലൈസ. ഇന്ന ലി സലാസ അഖവാത്തിൻ, തീർച്ചയായും എനിക്ക് 3 സഹോദരിമാർ ഉണ്ട്. ഇന്ന ഹർഫു തൗകീദിൻ വനസ്ബിൻ. ലി ജാറുൻ വമജ്റൂറുൻ ശിബ്ഹു ജുംല ഖബറു ഇന്ന. സലാസ ഇസ്മു ഇന്ന മൻസൂബ് വഹുവ മുളാഫ്, അഖവാത്തിൻ മുദാഫുൻ ഇലൈഹി. ഖാല ബിലാലുൻ, ബിലാൽ പറഞ്ഞു, മുസ്ലിമാത്തുൻ ഹുന്ന, അവർ മുസ്ലിങ്ങൾ ആണോ? ഹംസത്തുൽ ഇസ്തിഫ്ഹാമിയ, മുസ്ലിമത്തുൻ എന്നതിൻ്റെ ജംഅ് മുഅന്നസ് അസ്സാലിം ആണ് മുസ്ലിമാത്തുൻ എന്നത്. ഹുന്ന ളമീറുൻ മുൻഫസിലുൻ. ഖാല ഹിഷാമുൻ, ഹിഷാം പറഞ്ഞു, നഅം അതെ, ഹുന്ന മുസ്ലിമാത്തുൻ, അവർ മുസ്ലിങ്ങളാകുന്നു. നഅം ഹർഫു ജവാബ്, ഹുന്ന മുബ്തദഅ, മുസ്ലിമാത്തുൻ ഖബർ. വൽഹംദുലില്ലാഹി, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. വാവ് ഹർഫുൽ അത്ഫ്, അൽഹംദു മുബ്തദഅ, ലില്ലാഹി ജാറുൻ വമജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ. തമാരീനു എക്സസൈസസ്. അജിബ്, നീ ഉത്തരം നൽകണം. അനിൽ അസ്ഇലത്തിൽ ആത്തിയത്തി, തുടർന്നു വരുന്ന ചോദ്യങ്ങൾക്ക്. മിൻ ഐന ഹിഷാമുൻ, ഹിഷാം എവിടെ നിന്നാകുന്നു? ഹുവ മിൻ വിലായത്തിൽ മുത്തഹിദത്തി, ഹുവ മിനൽ വിലായാത്തിൽ മുത്തഹിദത്തി, അവൻ ഐക്യനാടുകളിൽ നിന്ന് US-ൽ നിന്നാകുന്നു. മിൻ അയ്യി മദീനത്തിൻ ഹുവ, അവൻ ഏതു പട്ടണത്തിൽ നിന്നാകുന്നു? ഹുവ മിൻ ന്യൂയോർക്ക. കം ഉഖ്തൻ ലഹു, അവൻ എത്ര സഹോദരിമാർ ഉണ്ട്? ലഹു സലാസു അഖവാത്തിൻ, അവന് 3 സഹോദരിമാർ ഉണ്ട്. ഹാദിഹിൽ അലാമത്തു സവാബ്, റൈറ്റ് എന്ന അടയാളം നീ വെക്കണം. അമാമൽ ജുമലി സ്വഹീഹത്തി, ശരിയായ വാചകങ്ങളുടെ മുന്നിൽ. വഹാദിഹിൽ അലാമത്തു ഖത, റോങ് എന്ന അടയാളം വെക്കണം. അമാമൽ ജുമലില്ലത്തി ലൈസത്ത് സഹിഹത്തൻ, ശരിയല്ലാത്ത വാചകങ്ങളുടെ മുന്നിൽ. ഹിഷാമുൻ മിൻ വാഷിംഗ്ടന, ഹിഷാം വാഷിംഗ്ടണിൽ നിന്നാകുന്നു. അത് റോങ് ആണ് അല്ലേ, ന്യൂയോർക്കിൽ നിന്നാകുന്നു, അതുകൊണ്ട് റോങ്ങിൻ്റെ അടയാളം.
അഹവാത്തുഹു മുസ്ലിമാത്തുൻ, അവൻ്റെ സഹോദരിമാർ മുസ്ലിങ്ങൾ ആകുന്നു. അത് റൈറ്റാണ്. ബനാത്തുഹു ലസ്ന ബിമുതസവ്വിജാത്തിൻ, അവൻ്റെ പെൺമക്കൾ വിവാഹിതരേ അല്ല. അത് ശരിയാണ്. അബ്നാഉഹു തുലാബുൻ, അവൻ്റെ ആൺമക്കൾ വിദ്യാർത്ഥികളാണ്. അത് തെറ്റാണ്. ഉമ്മുഹു ലൈസത് ബി മുസ്ലിമത്തിൻ, അവൻ്റെ ഉമ്മ മുസ്ലിമല്ല. ശരിയാണ്. അബൂഹു മുസ്ലിമുൻ, അവൻ്റെ ഉപ്പ മുസ്ലിമാണ്. അത് തെറ്റാണ്. തഅമ്മൽ മായലി, തുടർന്ന് വരുന്നത് നീ ചിന്തിക്കണം. ഹാമിദുൻ താലിബുൻ, ഹാമിദ് ഒരു വിദ്യാർത്ഥിയാകുന്നു. ഹാമിദുൻ മുബത്തദഅ, താലിബുൻ ഖബർ. ഇനി അത് നെഗറ്റീവ് ആക്കുകയാണ് അടുത്ത കോളത്തിൽ. ഹാമിദുൻ ലൈസ ബി താലിബിൻ, ഹാമിദ് വിദ്യാർത്ഥിയേ അല്ല. ഹാമിദുൻ മുബത്തദഅ, ലൈസ ബി താലിബിൻ എന്ന ജുംലത്തുൽ ഫിഅലിയ ഖബറാണ്. ലൈസ ഫിഅലുൻ നാഖിസുൻ വജാമിദുൻ. ഇസ്മു ലൈസ ضمير مستتر تقديره هو. بطالب جار ومجرور خبر ليس. അത്തുല്ലാബു സിഗാറുൻ, വിദ്യാർത്ഥികൾ ചെറിയവരാകുന്നു. അത്തുല്ലാബു മുബ്തദഅ, സിഗാറുൻ ഖബർ. അത്തുല്ലാബു ലൈസു ബിസിഗാരിൻ, വിദ്യാർത്ഥികൾ ചെറിയവരല്ല. അത്തുല്ലാബു മുബ്തദഅ, ലൈസു ബിസിഗാരിൻ എന്നത് ജുംലത്തുൽ ഫിഅലിയ ഖബറാണ്. ലൈസ ഫിഅലു നാഖിസുൻ വജാമിദുൻ. വാവുൽ ജമാഅ ഇസ്മു ലൈസ ബിസിഗാരിൻ ഖബറു ലൈസ. ആമിനത്തു ത്വബീബത്തുൻ, ആമിന ഡോക്ടറാകുന്നു. ആമിനത്തു എന്ന നാമം മംനൂ മിനസ് സർഫാണ്. മുബ്തദഅ, ത്വബീബത്തുൻ ഖബർ. ആമിനത്തു ലൈസത് ബി ത്വബീബത്തിൻ, ആമിന ഡോക്ടറല്ല. ആമിനത്തു മുബ്തദഅ, ലൈസത് ബി ത്വബീബത്തിൻ എന്ന ജുംലത്തുൽ ഫിഅലിയ ഖബറാണ്. ലൈസ ഫിഅലു നാഖിസുൻ വജാമിദുൻ. തൈനീസിൻ്റെയാണ്. ഇസ്മു ലൈസ ضمير مستتر تقديره هو. بطبيبة جار ومجرور شبه جملة خبر ليس. الفتيات متزوجات, ചെറുപ്പക്കാരികൾ വിവാഹിതരാണ്. അൽഫതയാത്തു മുബ്തദഅ, മുതസവ്വിജാത്തുൻ ഖബർ. അൽഫതയാത്തു ലസ്ന ബിമുതസവ്വിജാത്തിൻ, ചെറുപ്പക്കാരികൾ വിവാഹിതരല്ല. അൽഫതയാത്തു മുബ്തദഅ, ലസ്ന ബിമുതസവ്വിജാത്തിൻ എന്ന ജുംലത്തുൽ ഫിഅലിയ ഖബറാണ്. ലസ്ന ലൈസ ഫിഅലു നാഖിസുൻ വജാമിദുൻ. അനൂനുൻ നിസ്വയാണ് ഇസ്മു ലൈസ. ബിമുതസവ്വിജാത്തിൻ ജാറുൻ വമജ്റൂറുൻ ഖബറു ലൈസ. അൻത ഖബീറുൻ, നീ വലിയവനാകുന്നു. അൻത മുബ്തദഅ, ഖബീറുൻ ഖബർ. അൻത ലസ്ത ബി ഖബീറിൻ, നീ വലിയവനേ അല്ല. നമുക്കവിടെ അന്ത ബ്രാക്കറ്റിലിട്ടിട്ടുണ്ട്. നമുക്ക് അന്ത ഇല്ലാണ്ട് പറഞ്ഞാലും അർത്ഥം കിട്ടും. അന്ത ആകുമ്പോൾ ഒരു തൗക്കീദിൻ്റെ അർത്ഥം, നീ വലിയവനല്ല, നീ വലിയവനേ അല്ല എന്നർത്ഥം കിട്ടും. ഇനി ലസ്ത ബി കബീരിൻ എന്ന് പറഞ്ഞാലും നീ വലിയവനല്ല എന്ന അർത്ഥം കിട്ടും. അന്ത വെച്ച് പറയുകയാണെങ്കിൽ അന്ത മുബ്തദഅ ലസ്ത ബി കബീരിൻ എന്ന ജുംലത്തുൽ ഫിഅലിയ ഖബറായി പറയാം. ലസ്ത ലൈസ ഫിഅലു മാലിൻ നാഖിസുൻ വജാമിദുൻ. ത ആണ് അവിടെ. ഇസ്മു ലൈസ ബി കബീരിൻ ജാറുൻ വമജ്റൂറുൻ ഖബറു ലൈസ. അൻതും ജുദുദുൻ, നിങ്ങൾ പുതിയവരാകുന്നു. അൻതും മുബ്തദഅ, ജുദുദുൻ ഖബർ. അൻതും ലസ്തും ബി ജുദുദിൻ, നിങ്ങൾ പുതിയവരേ അല്ല. അൻതും മുബ്തദഅ, ലസ്തും ബി ജുദുദിൻ എന്ന ജുംലത്തുൽ ഫിഅലിയ ഖബറാണ്. ലൈസ ഫിഅലു മാളി നാഖിസുൻ വജാമിദുൻ. തും എന്നതാണ് ഇസ്മു ലൈസ. ബി ജുദുദിൻ ജാറുൻ വമജ്റൂറുൻ ഖബറു ലൈസ. അൻതി ഫഖീറത്തുൻ, നീ ഒരു സ്ത്രീ ദരിദ്രയാണ്. അൻതി മുബ്തദഅ, ഫഖീറത്തുൻ ഖബർ. അൻതി ലസ്തി ബി ഫഖീറത്തിൻ, തീർച്ചയായും നീ ഒരു സ്ത്രീ ദരിദ്രയല്ല. അൻതി മുബ്തദഅ, ലസ്തി ബി ഫഖീറത്തിൻ എന്ന ജുംലത്തുൽ ഫിഅലിയ ഖബറാണ്. ലൈസ ഫിഅലു നാഖിസുൻ വജാമിദുൻ. തി ഇസ്മു ലൈസ ബി ഫഖീറത്തിൻ ജാറുൻ വമജ്റൂറുൻ ശിബ്ഹു ജുംല ഖബറു ലൈസ.
അൻതുന്ന മുജ്തഹിദാത്തുൻ, നിങ്ങൾ രണ്ടിലധികം സ്ത്രീകൾ പരിശ്രമശാലികൾ ആകുന്നു. അൻതുന്ന മുബ്തദഅ, മുജ്തഹിദാത്തുൻ ഖബർ. അൻതുന്ന ലസ്തുന്ന ബി മുജ്തഹിദാത്തിൻ, നിങ്ങൾ രണ്ടിലധികം സ്ത്രീകൾ പരിശ്രമശാലികൾ. അൻതുന്ന മുബ്തദഅ, ലസ്തുന്ന ബി മുജ്തഹിദാത്തിൻ എന്ന ജുംലത്തുൽ ഫിഅലിയ ഖബറാണ്. ലൈസ ഫിഅലു നാഖിസുൻ വജാമിദുൻ. തുന്ന അതാണ് ഇസ്മു ലൈസ. ബി മുജ്തഹിദാത്തിൻ ജാറുൻ വ മജ്റൂറുൻ ഖബറു ലൈസ. അന മുദർരിസുൻ, ഞാൻ അധ്യാപകനാകുന്നു. അന മുബ്തദഅ, മുദർരിസുൻ ഖബർ. അന ലസ്തു ബി മുദർരിസിൻ, ഞാൻ അധ്യാപകനെ അല്ല. അന മുബ്തദഅ, ലസ്തു ബി മുദർരിസിൻ എന്ന ജുംലത്തുൽ ഫിഅലിയയാണ് ഖബർ. ലസ്തു ലൈസ ഫിഅലു മാളിൻ നാഖിസുൻ വജാമിദുൻ. തു ആണ് ഇസ്മു ലൈസ. ബി മുദർരിസിൻ ജാറുൻ വ മജ്റൂറുൻ ഖബറു ലൈസ. നഹ്നു തുല്ലാബുൻ, ഞങ്ങൾ വിദ്യാർത്ഥികളാകുന്നു. നഹ്നു മുബ്തദഅ, തുല്ലാബുൻ ഖബർ. നഹ്നു ലസ്നാ ബി തുല്ലാബിൻ, ഞങ്ങൾ വിദ്യാർത്ഥികളെ അല്ല. നഹ്നു മുബ്തദഅ, ലസ്നാ ബി തുല്ലാബിൻ എന്ന ജുംലത്തുൽ ഫിഅലിയയാണ് ഖബർ. ലൈസ ഫിഅലു നാഖിസുൻ വജാമിദുൻ. നാ ഇസ്മു ലൈസ. ബി തുല്ലാബിൻ ജാറുൻ വ മജ്റൂറുൻ ഖബറു ലൈസ. 4. അദ്ഖിൽ ലൈസ അലാ ജുമലിൽ ആതിയത്തി. അദ്ഖിൽ, നീ പ്രവേശിപ്പിക്കുക. ലൈസയെ നീ പ്രവേശിപ്പിക്കണം. അലാ ജുമലിൽ ആതിയത്തി, തുടർന്നു വരുന്ന വാചകങ്ങളിൽ. അൽ ബാബു മുഗ്ലഖുൻ, വാതിൽ അടക്കപ്പെട്ടതാണ്. അത് അടക്കപ്പെട്ടതല്ല എന്ന് പല രീതിയിലും പറയാം. എങ്ങനെ പറയാം? അൽ ബാബു ലൈസ ബി മുഗ്ലഖിൻ, അല്ലെങ്കിൽ ലൈസൽ ബാബു ബി മുഗ്ലഖിൻ, അല്ലെങ്കിൽ ലൈസൽ ബാബു മുഗ്ലഖൻ, അൽ ബാബു ലൈസ ബി മുഗ്ലഖിൻ എന്നെല്ലാം പറയാം. എങ്കിലും നമുക്ക് മുകളിൽ തന്നിട്ടുള്ളതുപോലെ പറയുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യം. അൽ ബാബു ലൈസ ബി മുഗ്ലഖിൻ, വാതിൽ അടക്കപ്പെട്ടതല്ല. അൽ മാഉ ബാരിദുൻ, വെള്ളം തണുത്തതാണ്. അൽ മാഉ ലൈസ ബി ബാരിദിൻ, വെള്ളം തണുത്തതല്ല. ഹിഷാമുൻ മരീദുൻ, ഹിഷാം രോഗിയാണ്. ഹിഷാമുൻ ലൈസ ബി മരീദിൻ, ഹിഷാം രോഗിയല്ല. അബി നായിമുൻ, എൻ്റെ പിതാവ് ഉറങ്ങുന്നവനാണ്. അബി ലൈസ ബി നായിമിൻ, എൻ്റെ പിതാവ് ഉറങ്ങുന്നവനല്ല. അദ്ദർസു സ്വഅബുൻ, ഈ പാഠം പ്രയാസമുള്ളതാണ്. അദ്ദർസു ലൈസ ബി സ്വഅബിൻ, പാഠം പ്രയാസമുള്ളതല്ല. അൽ മസ്ജിദു ഖരീബുൻ, വീട് അടുത്താണ്. അൽ മസ്ജിദു ലൈസ ബി ഖരീബിൻ, വീട് അടുത്തല്ല. അത്തിഫ്ലു ജൗആനു, കുട്ടി വിശന്നവനാണ്. അത്തിഫ്ലു ലൈസ ബി ജൗആന, കുട്ടി വിശന്നവനല്ല. ജൗആന എന്നുള്ള നാമം ഫഅലാനു എന്ന വസനിൽ വരുന്നത് കൊണ്ട് അത് മംനൂ മിന സർഫാണ്. അപ്പോൾ ബി ജൗആന ഹർഫു ജെറു വന്നപ്പോൾ ഫതഹയിൽ ജെറു ചെയ്തു. മംനൂ മിന സർഫ് ഫതഹയിലാണ് ജെറു ചെയ്യുക. ഇഖ്റഇൽ മിസാലൈനി, 2 ഉദാഹരണങ്ങൾ നീ വായിക്കണം. സുമ്മ അദ്ഖിൽ ലൈസ, എന്നിട്ട് നീ ലൈസയെ പ്രവേശിപ്പിക്കണം. അലാ ജുമലിൽ ആതിയത്തി, തുടർന്ന് വരുന്ന വാചകത്തിന്മേൽ. ഹുവ താജിറുൻ, അവൻ കച്ചവടക്കാരനാണ്. ഹുവ ലൈസ ബി താജിരിൻ, അവൻ കച്ചവടക്കാരനല്ല. ഹുവ മിനൽ യാബാനി, അവൻ ജപ്പാനിൽ നിന്നാകുന്നു. ഹുവ ലൈസ മിനൽ യാബാനി, അവൻ ജപ്പാനിൽ നിന്നുള്ളവനല്ല. അസ്സയ്യാറത്തു ജമീലത്തുൻ, കാറ് ഭംഗിയുള്ളതാണ്. അസ്സയ്യാറത്തു ലൈസത് ബി ജമീലത്തിൻ, കാർ ഭംഗിയുള്ളതല്ല. അന ഗനിയുൻ, ഞാൻ ധനികനാണ്. അന ലസ്തു ബി ഗനിയിൻ, ലസ്തു ബി ഗനിയിൻ എന്ന് പറഞ്ഞാലും ഞാൻ ധനികനല്ല എന്നർത്ഥം കിട്ടും. എന്നാൽ ഒരു തൗക്കീദിൻ്റെ അർത്ഥം കിട്ടാൻ, അല്ലെങ്കിൽ പാഠത്തിലുള്ളതുപോലെ എഴുതാൻ നമ്മൾ അന ലസ്തു ബി ഗനിയിൻ എന്നെഴുതിക്കോളൂ. അൻത ഫഖീറുൻ, നീ ദരിദ്രനാണ്. അൻത ലസ്ത ബി ഫഖീരിൻ, നീ ദരിദ്രനല്ല. ഹിയ മിനൽ ഇറാഖി, അവൾ ഇറാഖിൽ നിന്നാകുന്നു. ഹിയ ലൈസത് മിനൽ ഇറാഖി, അവൾ ഇറാഖിൽ നിന്നുള്ളവളല്ല. നഹ്നു അദ്കിയാഉ, ഞങ്ങൾ സ്മാർട്ടാണ്, ഇൻ്റലിജൻറ്റ്, ബുദ്ധിമാന്മാരാകുന്നു.
നഹ്നു അദ്കിയാഉ. അദ്കിയാഉ എന്ന ഫിഅൽ അഫ്ഇലാഉ വസനിൽ വരുന്നത് കൊണ്ട് മംനൂ മിന സർഫാണ്. നഹ്നു ലസ്ന ബി അദ്കിയാ. നഹ്നു ലസ്ന ബി അദ്കിയാ. ഞങ്ങൾ സ്മാർട്ട് അല്ല, ബുദ്ധിമാന്മാർ അല്ല. അദ്കിയാ ഫതഹയിൽ ജർ ചെയ്യുക. ഹുവ അസബു, അവൻ ബാച്ചിലറാണ്. ഹുവ ലൈസ ബി അസബിൻ, അവൻ ബാച്ചിലറല്ല. അൽ മുദർരിസൂന ഫിൽ ഫുസൂലി, അധ്യാപകർ ക്ലാസ് മുറികളിൽ. അൽ മുദർരിസൂന ലൈസു ഫിൽ ഫുസൂലി, അധ്യാപകർ ക്ലാസ് മുറികളിൽ അല്ല. അൻതി ദക്കിയത്തുൻ, നീ ഒരു സ്ത്രീ സമർത്ഥയാണ്. അൻതി ലസ്തി ബിദക്കിയത്തിൻ, അൻതി ലസ്തി ബിദക്കിയത്തിൻ, നീ സമർത്ഥയല്ല. അന്തും കിബാറുൻ, നിങ്ങൾ വലിയവരാകുന്നു. അന്തും ലസ്തും ബി കിബാരിൻ, നിങ്ങൾ വലിയവരല്ല. അത്വാലിബാത്തു ഫിൽ മക്തബത്തി, വിദ്യാർത്ഥിനികൾ ലൈബ്രറിയിലാകുന്നു. അത്വാലിബാത്തു ലസ്ന ഫിൽ മക്തബത്തി, വിദ്യാർത്ഥിനികൾ ലൈബ്രറിയിൽ അല്ല. അൻതുന്ന ത്വാലിബാത്തുൻ ജുദുദുൻ, നിങ്ങൾ പുതിയ വിദ്യാർത്ഥിനികൾ ആകുന്നു. അൻതുന്ന ലസ്തുന്ന ബി ത്വാലിബാത്തിൻ ജുദുദിൻ, നിങ്ങൾ പുതിയ വിദ്യാർത്ഥികൾ അല്ല. അജിബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയത്തി ബിന്നഫി മുസ്തഅമിലൻ ലൈസ, ലൈസ ഉപയോഗിച്ചുകൊണ്ട് തുടർന്നു വരുന്ന ചോദ്യങ്ങൾക്ക് നെഗറ്റീവ് ഉത്തരം നൽകണം. ആ മുഹന്ദിസുൻ അബൂക്ക, നിന്റെ പിതാവ് ഒരു എഞ്ചിനീയർ ആണോ? ലാ ഹുവ ലൈസ ബി മുഹന്ദിസിൻ, അല്ല, അദ്ദേഹം എഞ്ചിനീയർ അല്ല. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ലാ അബി ലൈസ ബി മുഹന്ദിസിൻ, അല്ല, എൻ്റെ ഉപ്പ എഞ്ചിനീയർ അല്ല. ആ മുദരിസത്തുൻ ഉമ്മുക, നിന്റെ ഉമ്മ അധ്യാപിക ആണോ? ലാ ഹിയ ലൈസത് ബി മുദരിസത്തിൻ, അല്ല, അവർ ഒരു അധ്യാപിക അല്ല. അതുല്ലാബുൻ ഇഖ്വത്തുക, നിന്റെ സഹോദരന്മാർ വിദ്യാർത്ഥികൾ ആണോ? ലാ ഹും ലൈസു ബിതുലാബിൻ, അല്ല, അവർ വിദ്യാർത്ഥികൾ അല്ല. അമുമരിദാത്തുൻ അഖ്വാത്തുക, നിന്റെ സഹോദരിമാർ നേഴ്സുമാർ ആണോ? ലാ ഹുന്ന ലസ്ന ബി മുമരിദാത്തിൻ, അല്ല, അവർ നഴ്സുമാർ അല്ല. ആ മുദരിസുൻ അൻത, നീ ഒരു അധ്യാപകനാണോ? ലാ ലസ്തു ബി മുദരിസിൻ, ഞാനൊരു അധ്യാപകൻ അല്ല. അല്ലെങ്കിൽ അന വെക്കാം, അന ലസ്തു ബി മുദരിസിൻ, അങ്ങനെ പറഞ്ഞാലും കറക്റ്റാണ്. ആ ജുദുദുൻ അൻതും, നിങ്ങൾ പുതിയവരാണോ? ലാ നഹ്നു ലസ്നാ ബി ജുദുദിൻ, അല്ലെങ്കിൽ ലസ്നാ ബി ജുദുദിൻ, അല്ല, ഞങ്ങൾ പുതിയവരല്ല. അജദീദത്തുൻ സയ്യാറത്തുക, നിങ്ങളുടെ കാറ് പുതിയതാണോ? ലാ ഹിയ ലൈസത് ബി ജദീദത്തിൻ, അല്ല, അത് പുതിയതേ അല്ല. നെക്സ്റ്റ്, യുവജിഹുൽ മുദരിസു ഇലാ കുല്ലി മിനത്തുല്ലാബി സുആലൻ, അധ്യാപകൻ വിദ്യാർത്ഥികളുടെ നേരക്ക് ചോദ്യങ്ങൾ തിരിച്ചുവിടണം. യകൂനു ജവാബുഹു ബിനഫി, അവരുടെ ഉത്തരങ്ങൾ നെഗറ്റീവ് ആയിരിക്കണം. വയറുദ്ദു അലൈഹി താലിബ് മുസ്തഅമിലൻ ലസ്ത ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ നെഗറ്റീവ് ആക്കിയിട്ട് ഉത്തരങ്ങൾ നൽകണം. അമിൻ അംരിക്ക അൻത, നീ അമേരിക്കയിൽ നിന്നാണോ? ലാ അന ലസ്തു മിൻ അംരിക്ക, അല്ല, ഞാൻ അമേരിക്കയിൽ നിന്നല്ല. ആ മുതസവ്വിജുൻ അൻത, നീ വിവാഹിതനാണോ? ലാ അന ലസ്തു ബി മുതസവ്വിജിൻ. ആ മരീദുൻ അൻത, നീ രോഗിയാണോ? ലാ അന ലസ്തു ബി മരീദിൻ. ആ മുഹന്ദിസുൻ അൻത, നീ ഒരു എഞ്ചിനീയർ ആണോ? ലാ അന ലസ്തു ബി മുഹന്ദിസിൻ, ഞാനൊരു എഞ്ചിനീയർ അല്ല. ഇഖ്റഇൽ മിസാല സുമ്മ അദ്ഖിൽ ഇന്ന അലാ ജുമലിൽ ആതിയത്തി, ഉദാഹരണം നീ വായിക്കണം, എന്നിട്ട് ഇന്നയെ ഓരോ വാചകത്തിന്മേലും വെക്കണം, പ്രവേശിപ്പിക്കണം. ലീ സലാസു അഖവാത്തിൻ, എനിക്ക് 3 സഹോദരിമാർ ഉണ്ട്. അതിൻ്റെ അസ്ല എന്താണ്? സലാസു അഖവാത്തിൻ ലീ, അത് 3 സഹോദരിമാർ എനിക്കുണ്ട്. അപ്പോൾ ഇവിടെ ലീ എന്താ പറയുക, ജാറും മജറൂർ ഷിബുഹു ജുംല ഖബർ മുഖദ്ദം, എന്നിട്ട് മുബത്തദയെ പിന്തിച്ചു. സലാസു മുബത്തദ മുലാഫ് അഖവാത്തിൻ മുലാഫിൻ ഇലൈഹി. ഇതേപോലെ തന്നെ ഇന്ന വരുമ്പോഴും അങ്ങനെ തന്നെ, ഇന്നക്ക് ശേഷം ഇന്നയുടെ ഇസ്മ പിന്നോട്ടും
ഖബർ മുന്നിലേക്കും വരും. ഇന്നലി സലാസ അഖവാത്തിൻ, നിശ്ചയമായും എനിക്ക് 3 സഹോദരിമാരുണ്ട്. കണ്ടോ, ലി ജാറുൻ വ മജ്റൂറുൻ ഷിബ്ഹു ജുംല ഖബറു ഇന്ന സലാസ ഇസ്മു ഇന്ന വഹുവ മുലാഫ് അഖവാത്തിൻ മുലാഫിൻ ഇലൈഹി. എൻ്റെ അസ്ല എന്താ? ഇന്ന സലാസ അഖവാത്തിൻ ലി, നിശ്ചയമായും എനിക്ക് 3 സഹോദരിമാർ ഉണ്ട്. ഇനി ഒന്നാമത്തെ നോക്കിയേ. ഫിൽ ഫസ്ലി ഖംസു തുല്ലാബിൻ ജുദുദിൻ, ക്ലാസ്സിൽ 5 പുതിയ വിദ്യാർത്ഥികൾ ഉണ്ട്. ഫിൽ ഫസ്ലി ജാറുൻ വ മജ്റൂറുൻ ഷിബ്ഹു ജുംല ഖബർ ഹംസത്തു മുബ്തദ വഹുവ മുലാഫ് തുല്ലാബിൻ മുലാഫിൻ ഇലൈഹി ജുദുദിൻ നാഅത്ത്. ഇന്ന ഫിൽ ഫസ്ലി ഖംസത തുല്ലാബിൻ ജുദുദിൻ, ഖംസത എന്നതാണ് ഇസ്മു ഇന്ന. അലന മുദരിസുൻ ജയ്യിദുൻ, ഞങ്ങൾക്ക് നല്ലൊരു അധ്യാപകനുണ്ട്. ഇന്നലന മുദരിസൻ ജയ്യിദൻ, തീർച്ചയായും ഞങ്ങൾക്ക് നല്ലൊരു അധ്യാപകനുണ്ട്. അവിടെ ലന ജാറുൻ വ മജ്റൂറുൻ ഖബറു ഇന്ന മുദരിസൻ ഇസ്മു ഇന്ന. ഫി ജൈബി മിഅതു റിയാലിൻ, എൻ്റെ പോക്കറ്റിൽ 100 റിയാലുണ്ട്. ഇന്ന ഫി ജൈബി മിഅത റിയാലിൻ, തീർച്ചയായും എൻ്റെ പോക്കറ്റിൽ 100 റിയാൽ ഉണ്ട്. മിഅതയാണ് ഇസ്മു ഇന്ന. ഫിൽ ഹിന്ദി അൻഹാറുൻ കസീറത്തുൻ, ഇന്ത്യയിൽ ധാരാളം പുഴകളുണ്ട്. ഇന്ന ഫിൽ ഹിന്ദി അൻഹാറൻ കസീറത്തൻ, നിശ്ചയമായും ഇന്ത്യയിൽ ധാരാളം പുഴകളുണ്ട്. ഫിൽ ഹിന്ദി ജാറുൻ വ മജ്റൂറുൻ ഖബറു ഇന്ന അൻഹാറൻ ഇസ്മു ഇന്ന കസീറത്തൻ എന്നുള്ളത് നാഅത്ത്. അപ്പോൾ അതേ സെയിം ഇറാബാക്കുക. ലഖ ബർഖിയത്തുൻ ഫിൽ മക്തബിൽ ബരീദി, പോസ്റ്റ് ഓഫീസിൽ നിനക്കൊരു ടെലഗ്രാം ഉണ്ട്. ബർഖിയത്തുൻ എന്ന് പറഞ്ഞാൽ ടെലഗ്രാം. ഓക്കെ, ലക ജാറുൻ വ മജ്റൂറുൻ ഷിബ്ഹു ജുംല ഖബർ മുഖദ്ദം ബർഖിയത്തുൻ മുബ്തദഅ ഫിൽ മക്തബി ജാറുൻ വ മജ്റൂർ മക്തബി മുലാഫ് അൽ ബരീദി മുലാഫിൻ ഇലൈഹി. ഇന്ന ലക ബർഖിയത്തൻ ഫിൽ മക്തബിൽ ബരീദി, തീർച്ചയായും പോസ്റ്റ് ഓഫീസിൽ നിനക്ക് ഒരു ടെലഗ്രാം ഉണ്ട്. ഓക്കെ, ഇവിടെ ലക ഇന്നയുടെ ഖബറാണ്, ബർഖിയത്തൻ ഇന്നയുടെ ഇസ്മാണ്. ലി അൽഫു ദൂലാരിൻ ഫിൽ മസ്രിഫി പറഞ്ഞാൽ ബാങ്ക്. ബാങ്കിൽ എനിക്ക് $1000 ഉണ്ട്. ഇന്നലി അൽഫ ദൂലാരിൻ ഫി മസ്രിഫി. ഓക്കെ, ഇവിടെ ഇന്നയുടെ ലീ എന്നുള്ളത് ജാറുൻ വ മജ്റൂറുൻ ഷിബ്ഹു ജുംല ഖബർ, ജാറുൻ വ മജ്റൂറുൻ ഷിബ്ഹു ജുംല ഖബർ ഇന്ന, അൽഫ എന്നുള്ളത് ഇസ്മു ഇന്ന, പിന്നെ മുലാഫ് ദൂലാരിൻ മുലാഫിൻ ഇലൈഹി ജാറുൻ വ മജ്റൂറുൻ. ഇനി പുതിയ പദങ്ങൾ. ലിഖാഉൻ എന്ന് പറഞ്ഞാൽ മീറ്റിംഗ്, കണ്ടുമുട്ടൽ. ജയ്യിദുൻ നല്ലത്, ഗുഡ് അല്ലെങ്കിൽ നല്ലവൻ എന്നർത്ഥം വരും. ജയ്ബുൻ പോക്കറ്റ്, അതിൻ്റെ ആണ് ജുയൂബുൻ. നെഹ്റുൻ എന്ന് പറഞ്ഞാൽ പുഴ. അൻഹാറുൻ അതിൻ്റെ ബഹുവചനം, പുഴകൾ. ബർഖിയത്തുൻ എന്ന് പറഞ്ഞാൽ ടെലഗ്രാം. ബർഖിയാത്തുൻ ടെലഗ്രാമുകൾ, അതിൻ്റെ ബഹുവചനം. മസ്രിഫുൻ ബാങ്ക്. മസ്വാരിഫു എന്ന് പറഞ്ഞാൽ ബാങ്കുകൾ, അത് മംനൂ മിനസ് സർഫാണ്. മക്തബുൽ ബരീദി എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസ്. അപ്പോൾ നമ്മുടെ പാഠം കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ ഉപകാരപ്പെട്ടാൽ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.